അർഹതപ്പെടാത്ത ആളുടെ കയ്യിൽ ഷൊർണൂർ നഗരസഭാ ഭരണസമിതി അറിഞ്ഞുകൊണ്ടാണ് പെൻഷൻ വർഷങ്ങളായി നൽകിയതെന്ന് ആരോപണമായി ബിജെപി പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ പറഞ്ഞു. ഈ വ്യക്തിയുടെ പേരിൽ കേസ് നൽകാനും ഇതുവരെ നൽകിയ പണം പലിശ സഹിതം തിരിച്ചുപിടിക്കാനും നഗരസഭ തയ്യാറാകണമെന്നും വേണുഗോപാൽ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസമാണ് ഷൊർണൂർ നഗരസഭയിൽ അയോഗ്യതയിലും സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നു എന്ന് കണ്ടെത്തിയത്. ഷൊർണൂർ കണയം പയ്യനേടി വീട്ടിൽ പി രാജനെതിരെയാണ് നഗരസഭ റിപ്പോർട്ട് നേടിയത്. പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഇയാളുടെ വരുമാന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസ് റദ്ദാക്കിയതായും കണ്ടെത്തി. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സാമൂഹിക സുരക്ഷാ പെൻഷൻ ഇയാൾ കൈപ്പറ്റുന്നുണ്ട് എന്നാണ് പരാതി. രാജൻ പെൻഷൻ ലഭിക്കുന്നതിനായി ഷൊർണൂർ വില്ലേജ് 2 ഓഫീസിൽ നിന്നും പ്രതിവർഷം വരുമാനം 60,000 രൂപയാണെന്ന് കാണിച്ച് വരുമാന സർട്ടിഫിക്കറ്റ് കൈപ്പറ്റിയിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസ് നടത്തിയ പരിശോധനയിലാണ് സമർപ്പിച്ച ബാങ്ക് ഇടപാട് റിപ്പോർട്ടും പ്രതിവർഷ വരുമാനവും പൊരുത്തപ്പെടാതെ വന്നത്. ഷൊർണൂർ 2 വില്ലേജ് ഓഫീസിൽ നിന്നായിരുന്നു സർട്ടിഫിക്കറ്റ് കൈപ്പറ്റിയത്. മറ്റു വരുമാന വിവരങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നും സത്യവാങ്മൂലം മാത്രമേ പരിഗണിച്ചിരുന്നുള്ളൂ എന്നുമാണ് ഷൊർണൂർ വില്ലേജ് 2 നൽകിയ മറുപടി. അർഹതപ്പെടാത്ത ആളുകളുടെ കയ്യിൽ ഷൊർണൂർ നഗരസഭ ഭരണസമിതി അറിഞ്ഞുകൊണ്ടാണ് പെൻഷൻ വർഷങ്ങളായി നൽകിയതെന്ന് ആരോപണവുമായി ബിജെപി വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാലൻ പറഞ്ഞു. ഈ വ്യക്തിയുടെ പേരിൽ കേസ് നൽകാനും ഇതുവരെ നൽകിയ പണം പലിശ സഹിതം തിരിച്ചുപിടിക്കാനും നഗരസഭ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ വിഷയം ഒതുക്കി തീർക്കാനുള്ള ശ്രമമാണ് മുനിസിപ്പാലിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്ന സമയത്ത് ഇനി മുതൽ കൊടുക്കാതിരിക്കുക എന്നുള്ള ഒരു ബാലിശമായുള്ള നിലപാടാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി എടുത്തത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലുള്ള ബിജെപിയുടെ പ്രതിനിധി, ഇവിടുത്തെ കൌൺസിലർ അതിനെതിരെ വിയോജനക്കുറിപ്പ് കൊടുക്കുകയും ഈ ഗവൺമെന്റിനെ അല്ലെങ്കിൽ സംവിധാനത്തെ കബളിപ്പിച്ചുകൊണ്ട് പണം കൈപ്പറ്റിയ ആളുടെ പേരിൽ നടപടിയെടുക്കാനും ഇതുവരെ കൊടുത്ത പൈസ തിരിച്ചുപിടിക്കാനും വേണ്ടിയിട്ടുള്ള കുറിപ്പ് കൊടുക്കുകയുണ്ടായി. എന്നാൽ അത് അതേപോലെ തന്നെ കൌൺസിൽ വയ്ക്കാൻ വേണ്ടിയിട്ടും നിർദ്ദേശം കൊടുക്കുകയുണ്ടായി. എന്നാൽ ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അതിന് തയ്യാറാവാതെ അവരുടെ മാത്രം തീരുമാനപ്രകാരമായി അത് കൌൺസിലിലേക്ക് കൊടുക്കാൻ തയ്യാറായതുമില്ല. മാത്രമല്ല ഇനി മുതൽ കൊടുക്കാതിരിക്കുക എന്നുള്ളൊരു നിലപാടിൽ മാത്രം നിൽക്കുക. ഇവിടെ ഗവൺമെന്റിന്റെ പൈസയാണ്, അത് ജനങ്ങളുടെ നികുതിയാണ്. ഇത് അർഹതപ്പെടാത്ത ഒരാളുടെ കയ്യിൽ അവരറിഞ്ഞുകൊണ്ട് കൊടുത്തതാണ്. മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം, ഇവിടെ ഭരിക്കുന്ന ഭരണകർത്താക്കളുടെ നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് ഇത്രയും കാലം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ നിരവധി സംഭവങ്ങൾ ഉണ്ടാവുമെന്ന് ഭാരതീയ ജനതാ പാർട്ടി പ്രതീക്ഷിക്കുന്നു. വെസ്റ്റ് ജില്ലാ സെക്രട്ടറി കെ പ്രസാദ്, മണ്ഡലം പ്രസിഡന്റ് പി രഞ്ജിത്ത്, ബിജെപി കൌൺസിലർ ഗോപകുമാർ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. എന്നാൽ വില്ലേജ് ഓഫീസറാണ് വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയതും റദ്ദാക്കിയതും. അതിൽ നഗരസഭയ്ക്ക് പങ്കില്ലെന്നും ഉപാധ്യക്ഷൻ വി കെ അനുരാജ് പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ.